ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രീസറിൽ ഇരിക്കുന്ന ചിക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഉപ്പിട്ട് വെക്കുന്നുണ്ടേ. അപ്പോൾ ഐസ് ഒന്ന് വിട്ട് കിട്ടിയിട്ട് വേണം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട്. കിച്ചണിൽ കയറിയാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അരി അടുപ്പത്തിടുന്ന പരിപാടിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെള്ളം ഞാൻ സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ചിക്കൻ റൈസാണ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഗരം മസാല തീർന്നിരിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കണം. രാവിലെ കിച്ചണിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ടൊരു കാപ്പി കുടിക്കണം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ചോറ് വെക്കുന്നത് റൈസ് കുക്കറിലാണ് കേട്ടോ. 2 മണിക്കൂർ മതി കേട്ടോ. ഇത് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ നമുക്ക് ചോറൊന്ന് വാർത്തെടുക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം മുട്ടക്കറിയും റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിന്റെ ബാറ്റർ തലേദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. മുട്ടക്കറിക്ക് വേണ്ട സവാള വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പൊ ആ ഒരു ടൈം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാല് 1-ാം പാല് 2-ാം പാല് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ. 2-ാം പാലാണ് കേട്ടോ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2-ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഇതാണ് ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഐസൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചിക്കൻ ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് മുട്ട പുഴുങ്ങി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ ഈ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് എടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ ഇടക്കിടക്ക് എടുത്ത് പൊരിക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഗരം മസാലപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ചിക്കൻ റൈസാണ് കുട്ടികൾക്ക് ലഞ്ചിന് റെഡിയാക്കി കൊടുക്കുന്നത്. കുക്കറിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് കേട്ടോ ഇത്. ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും ചിക്കനാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പാത്രങ്ങൾ കഴുകാനുള്ളതും സിങ്ക് കഴുകാനുള്ളതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബസുമതി റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം, ചിക്കൻ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസുമതി റൈസ് മേടിച്ചത് ഞാൻ ഇതുവരെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കപ്പ് ബസുമതി റൈസാണ് കേട്ടോ ചിക്കൻ റൈസിന് വേണ്ടി ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് സവാളയും തക്കാളിയും കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒറ്റൊരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പം ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പണിയിലാണ് ഇനി അടുത്തത്. ഇപ്പോൾ തലേ ദിവസം തന്നെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിയുടെയും അതുപോലെ നോൺ വെജ് കറിയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു അപ്പം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലെ പ്രഷർ ഫുള്ള് റിലീസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ റൈസിൻ്റെ ആ ഒരു പരിവം എന്താണെന്ന് നോക്കാം. ഒട്ടും അടി പിടിക്കാതെ നല്ല വിട്ട് വിട്ട് കിട്ടുന്ന റൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കാം. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.